നമസ്കാരം, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ കുറഞ്ഞ ചേരുവകൾ മാത്രം ചേർത്തുകൊണ്ട് ഒരു ഹെൽത്തി, ടേസ്റ്റി ആൻഡ് ക്രിസ്പി ഉണ്ണിയപ്പമാണ് തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആദ്യം ഇതിലേക്ക് ആവശ്യമായ ശർക്കര പാനി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 250 ഗ്രാം ശർക്കരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 3/4 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് ശർക്കര ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. ഇപ്പോൾ ഇത് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലായിട്ട് കിട്ടണം നമുക്ക്. ഇനി 2 കപ്പ് പച്ചരി കഴുകി 4 മണിക്കൂർ കുതിർത്ത് വെച്ചത് നമുക്ക് ജാറിലേക്ക് ഇടാം. ഇനി ഇതിലേക്ക് നമുക്കൊരു പിടി ചോറ് ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഉണ്ണിയപ്പം ഒന്ന് സോഫ്റ്റ് ആവുന്നതിനോടൊപ്പം തന്നെ ചെറിയൊരു ക്രിസ്പി കൂടി ആവുന്നതാണ്. അതിനുശേഷം നമ്മളിതിലേക്ക് ഒരു 3 ഏലക്കായ കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഒരു നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഏലക്കായ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മുടെ മെയിൻ ചേരുവയായിട്ടുള്ള ചെറുപഴം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ നല്ലോണം പഴുത്തിട്ടുള്ള 3 മൈസൂർ പഴമാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ലോണം പാകമായിട്ടുള്ള പഴം ആകുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ നമുക്കിത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള ശർക്കര പാനി അരിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി മധുരം ബാലൻസ് ചെയ്യാനായിട്ട് അല്പം ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മിക്സിയിലിട്ട് ചെറിയ തരിയോടുകൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു വെച്ച് കുറഞ്ഞതൊരു 4 മണിക്കൂറെങ്കിലും സെറ്റ് ആവാനായിട്ട് മൂടി വയ്ക്കാം. ഇതിൽ ഞാൻ തേങ്ങാക്കൊത്തോ വെള്ളമോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. ഇപ്പോൾ 4 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മുടെ മാവ് ഉണ്ണിയപ്പത്തിൻ്റെ പാകമായി വന്നിട്ടുണ്ട്. ഇനി അപ്പം ഉണ്ടാക്കാനുള്ള പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇനി വെളിച്ചെണ്ണ ചൂടാവുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. എണ്ണ നല്ലോണം ചൂടാവുമ്പോൾ തീ കുറച്ച ശേഷം നമുക്ക് മാവ് ഓരോ കുഴിയിലും 3/4 ഭാഗത്തോളമായിട്ട് ഒഴിക്കാം. എന്നാലേ അത് നല്ല രീതിയിൽ പൊങ്ങി വരുള്ളൂ. ഇനി അരികെ വിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഓരോന്നായിട്ട് മറിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ ഇപ്പോൾ ഉണ്ണിയപ്പം പാകമായി വന്നിട്ടുണ്ട്. ഇനി ഓരോന്നായിട്ട് എണ്ണയിൽ നിന്ന് കോരി പാത്രത്തിലേക്ക് മാറ്റിയിടാം. അങ്ങനെ ഇതാ നമ്മുടെ ട്രഡീഷണൽ ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉണ്ണിയപ്പം നന്നായിട്ട് വെന്തിട്ട് ഇത് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഇതിൽ മൈദയോ ബേക്കിംഗ് സോഡയോ ഒന്നും തന്നെ ചേർത്തിട്ടില്ല. ആകെ 4 ചേരുവകളാണ് ചേർത്തിട്ടുള്ളത്: പച്ചരിയും ശർക്കരയും ചോറും പിന്നെ ചെറുപഴവും. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.